ആൾക്കാർ. ആക്ച്വലി ഗുഡ്, ഫീലിംഗ് ഗുഡ്. പിന്നെ നല്ല തണുപ്പുണ്ട്, എന്താ നല്ല കോടയുണ്ട്, വലിയ വലിയ മലകളൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഗുഡാണ്. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഏകദേശം എത്തി. പക്ഷെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ 9 മണിക്കാണ് അവിടെ ഓപ്പണിങ്. ഇപ്പൊ സമയം 7 മണി വെച്ചുള്ളൂ. നമ്മൾ ചെറുതായിട്ടൊന്നും മുന്തി 2 മണിക്കൂർ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ വേറൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ നോക്കിക്കഴിഞ്ഞാൽ താഴെ വെള്ളച്ചാട്ടമാണ്. ആക്ച്വലി ഗുഡാണ്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പ്രകൃതി രമണി ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ നേരെ മുന്നിലുള്ള ഒരു ടീ ഷോപ്പിലാണ് വന്നത്. ഇവിടുന്ന് ഒരു ചായയും പിന്നെ കൽത്തപ്പം എന്ന് പറയും. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല അതെങ്ങനെ. അതിൻ്റെ ഇവിടെ ഞങ്ങൾ പറയല് കൽത്തപ്പം എന്നൊക്കെയാണ്. ഇവിടെയാണ് അപ്പോൾ കട. നേരെ മുന്നിലാണ് നമ്മുടെ സ്ഥലം. ഓക്കെ ഗൈസ്. ഹായ് ഗായ്സ്, നമ്മൾ 9 മണിയാവും അവിടെ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാന്ന് വെച്ച് വന്ന സമയത്താണ് ഈ അടിപൊളിയായിട്ടുള്ള ഈ വ്യൂ കാണുന്നത്. സോ എന്താ പറയുക, ഭയങ്കര ഒരു പീസ്ഫുള്ളാണ്. നല്ല രസമുണ്ട്, ഭയങ്കര സമാധാനം. നോക്കുമ്പോൾ ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ വേറെ നല്ല അടിപൊളി സമാധാനം കിട്ടും. ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇവിടുന്ന് തന്നെ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നാൽ നമുക്ക് മല ഫുള്ളായിട്ട് കാണുന്ന വേറൊരു വ്യൂവും കൂടിയാണ് നമ്മുടെ ബാക്കിലുള്ളത്. അങ്ങനെ ഫൈനലി നമുക്ക് തുറന്നു. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത്. വരുന്നവർ ശ്രദ്ധിക്കുക, ഗൂഗിൾ പേ ഇല്ല, ക്യാഷും കൊണ്ടുവരിക. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്നും ഇപ്പോൾ പണി കിട്ടി. അങ്ങനെ അടുത്തുള്ള ഒരു കടയുടെ ചേട്ടനോട് ഗൂഗിൾ പേ ചെയ്ത് അങ്ങനെ വാങ്ങി. നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇതേ ടിക്കറ്റിൽ നമുക്ക് അവിടെ കയറാം എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. സോ ഐ ആം സോ എക്സൈറ്റഡ്. ആദ്യം ഞാൻ വിചാരിച്ചത്, അതായത് ഒരുപാട് ആൾക്കാർ നമ്മൾ റീലൊക്കെ കാണാറില്ലേ, എക്സ്പെക്റ്റേഷൻ വിഎസ് റിയാലിറ്റി, അതുപോലെയൊക്കെ ഞാൻ വിചാരിച്ചത് നിറച്ച ആൾക്കാർ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, സമാധാനം. ഏകദേശം ഈ സമയത്ത് വരണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് 9 മണിക്ക് ശേഷം മാത്രമേ വെള്ളത്തിൽ കളിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. 9 മണിക്ക് ശേഷം അവിടുത്തെ സുരക്ഷ അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് മെയിനായിട്ട് വെള്ളത്തിൽ കൂടെയൊക്കെ പോയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളത്തിലിറങ്ങി. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയത്ത് ഒരു നീർക്കോലിയോ പാമ്പോ എന്തോ സാധനം ഇങ്ങനെ അഴിച്ചു പോയായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വെള്ളത്തിലിറങ്ങാൻ. ഇവിടെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാം, ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല നല്ല സീൻസ് ഉണ്ട്. ഇവിടെ തിരിഞ്ഞ് നമുക്ക് ഫോട്ടോസ് എടുക്കാം.
അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.